break-even chart. It is prepared to find out cash break-even point. Cash break-even point കണ്ടുപിടിക്കാനാണ് നമ്മൾ cash break-even chart prepare ചെയ്യുന്നത്. Cash break-even point എന്താണ്? It is the point at which cash inflow will be equal to cash outflow. ക്യാഷ് ഇൻഫ്ലോയും അതുപോലെ ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന ആ പോയിന്റിനെയാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽ തന്നെയാണ്. സെയിൽ എന്ന് വെച്ചാൽ സെയിൽ നടത്തിയാലേ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അല്ലെ ഇങ്ങോട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് ഈക്വൽ ടു സെയിൽ. അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ്, അതായത് നമ്മുടെ കോസ്റ്റ് തന്നെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. പക്ഷേ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ സെയിലും ടോട്ടൽ കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് തന്നെയാണല്ലോ ബ്രേക്ക് ഈവൻ പോയിന്റ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊരു ഡൗട്ട് വരും. എന്തുകൊണ്ടാണ് ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയാൻ കാരണം, ഈ പറയുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ കോസ്റ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ നോൺ ക്യാഷ് എക്സ്പെൻസും രണ്ട് ക്യാഷ് എക്സ്പെൻസും. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് വരുന്ന രീതിയിലുള്ള കോസ്റ്റും ഉണ്ടാവും, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ചിലവാകുന്ന രീതിയിലുള്ള കോസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാഷ് വേണ്ടാത്ത കോസ്റ്റും ഉണ്ടാവും. അതാണ് നോൺ ക്യാഷ് എക്സ്പെൻസ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ആ ക്യാഷ് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കണം. ക്യാഷ് ഔട്ട്ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ക്യാഷ് ഇൻഫ്ലോ സെയിലാണെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന കോസ്റ്റിൽ ക്യാഷ് കയ്യിൽ നിന്ന് പോയ കോസ്റ്റ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ക്യാഷ് ടോട്ടൽ കോസ്റ്റും സെയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് അല്ലെങ്കിൽ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അപ്പോൾ അവിടെ സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഇൻഫ്ലോ ആണ്, അതുപോലെ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ തന്നെയാണ്, കയ്യിൽ നിന്ന് പോകുന്നത് ക്യാഷ് ആയിട്ടാണെങ്കിൽ. അപ്പോൾ ആ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ ക്യാഷ് ടോട്ടൽ കോസ്റ്റും സെയിൽസും ഈക്വൽ ആവുന്ന പോയിൻ്റ് തന്നെയാണ്. സോ ആ പോയിന്റിനെയാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ പറയുന്ന BEP ഇതിൽ പറയുന്ന ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ പറയുന്ന BEP എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ആയിട്ട് ഒന്നും എടുക്കുന്നില്ല, എല്ലാ ടോട്ടൽ കോസ്റ്റും നമ്മൾ ഒന്നിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ക്യാഷായിട്ട് വന്നാലും ക്യാഷായിട്ട് ഇല്ല എങ്കിലും എല്ലാ കോസ്റ്റും ആ ടോട്ടൽ കോസ്റ്റിൽ വരും. ആ ടോട്ടൽ കോസ്റ്റും സെയിലും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടൊക്കെ പ്രകാരമുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇവിടെ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ റീസൺ സെയിൽസും ക്യാഷ് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിൻ്റാണ്. അതായത് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇനി പറയേണ്ട കാര്യം, സോ കോസ്റ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം വാരിയബിൾ കോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, അല്ലേ? ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നതിന് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് പറയുന്നത്. ക്യാഷ് ഔട്ട്ഫ്ലോ രണ്ട് രീതിയിലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ക്യാഷ് എക്സ്പെൻസും ഉണ്ട്, നോൺ ക്യാഷ് എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ ഈ ക്യാഷ് ഔട്ട്ഫ്ലോ പറയുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റാണ്. അപ്പോൾ ആ ടോട്ടൽ കോസ്റ്റ് ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. അപ്പോൾ അതിൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാഷ് ആയിട്ടുള്ള കോസ്റ്റ് തന്നെയായിരിക്കും. സോ വാരിയബിൾ കോസ്റ്റിന് നമ്മൾ ദ എൻറ്റയർ വാരിയബിൾ കോസ്റ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. അതായത് വാരിയബിൾ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ട് തന്നെയാണ് പെയ്ഡ് ചെയ്തത് എന്ന ഒരു അസംഷനിലാണ് എടുക്കുക. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാഷ് ഔട്ട്ഫ്ലോ തന്നെയാണ്, അതായത് ക്യാഷ് വാരിയബിൾ കോസ്റ്റ് തന്നെയാണ്. പിന്നീട് വരുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്യാഷ് ഫിക്സഡ് കോസ്റ്റും രണ്ട് നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റും. അപ്പോൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് വെച്ചാൽ എന്താണ്? ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് വിച്ച് റിക്വയർ ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഫിക്സഡ് കോസ്റ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫിക്സഡ് കോസ്റ്റാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ്, ഇൻഷുറൻസ്, സാലറി ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ക്യാഷ് വേണം, അല്ലേ? അങ്ങനെ ക്യാഷ് കൊടുത്താൽ മാത്രമേ അത് നമ്മൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് പരിഗണിക്കുള്ളൂ. അങ്ങനെയുള്ള ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ആ ഫിക്സഡ് കോസ്റ്റിൽ നമ്മൾ ക്യാഷ് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. സോ വിച്ച് ഡു നോട്ട് റിക്വയർ ഇമ്മീഡിയറ്റ് ക്യാഷ്. സോ
ഡിപ്രീസിയേഷനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാരിയബിൾ കോസ്റ്റ് എല്ലാം ക്യാഷ് ആയിട്ടുള്ള വാരിയബിൾ കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്യാഷ് ടോട്ടൽ കോസ്റ്റിൽ എന്തുൾപ്പെടും? ക്യാഷ് വാരിയബിൾ കോസ്റ്റ് ഉൾപ്പെടും. ദെൻ ഫിക്സഡ് കോസ്റ്റിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്യാഷ് ഫിക്സഡ് കോസ്റ്റും രണ്ട് നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റും. അപ്പോൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് മാത്രം ഏതിലെടുത്താൽ മതിയാവും? ക്യാഷ് ടോട്ടൽ കോസ്റ്റിൽ എടുത്താൽ മതിയാവും. അപ്പം നമ്മളിവിടെ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അതായത് നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള കോസ്റ്റ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്യാഷ് വാരിയബിൾ കോസ്റ്റും ക്യാഷ് ഫിക്സഡ് കോസ്റ്റും തമ്മിലാണ് അത് രണ്ടുമാണ് നമ്മൾ എടുക്കുന്നത്. അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ എന്തെടുക്കാൻ പാടില്ല? നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എടുക്കാൻ പാടില്ല. ഇതാണ് പറയുന്നത്. സോ ഈ ഒരു ചാർട്ടിൽ ഏതൊക്കെ ലൈനാണ് വരിക എന്ന് വെച്ചാൽ, ഒന്ന് സെയിൽസ് ലൈൻ ഉണ്ടാവും, രണ്ട് ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈൻ ഉണ്ടാവും. സെയിൽസ് ലൈനും ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. പിന്നെ ഉണ്ടാവുക ക്യാഷ് ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈനും ഉണ്ടാവും. ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ആക്സിസിന് പാരലലായിട്ടാണ് വരക്കേണ്ടത്. അതായത് നമ്മൾ മുമ്പ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരച്ച പോലെ തന്നെയാണ് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരക്കേണ്ടത്. നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് വരക്കേണ്ടത് നമ്മൾ വരച്ച ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈന് പാരലലായിട്ടായിരിക്കണം. ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈന് പാരലലായിട്ടാണ് നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരക്കേണ്ടത്. അപ്പം മൊത്തത്തിൽ എത്ര ലൈനാണ്? ഒരു സെയിൽസ് ലൈൻ, രണ്ട് ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈൻ, മൂന്ന് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ, ദെൻ നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ഇങ്ങനെ 4 ലൈനാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ ഉണ്ടാവുക. സോ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ലൈൻ. ഇതിൽ 4 എണ്ണം ഉണ്ട് അല്ലേ? ഇതിൽ ഈ എക്സ് ആക്സിസിന് പാരലലായിട്ട് വരച്ചത് ഏതാണ്? ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈനാണ്. അതുപോലെ സെയിൽസ് ലൈൻ 0 ഒറിജിനിൽ തന്നെ വരക്കുക. ദെൻ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈൻ നമ്മൾ മുമ്പ് വരച്ച പോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് തുടങ്ങേണ്ടത്. ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് അത് തുടങ്ങുക, ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ദെൻ പിന്നീട് വരേണ്ടത് നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ആ നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് വരക്കേണ്ടത് ക്യാഷ് ടോട്ടൽ കോസ്റ്റിന് പാരലലായിട്ടായിരിക്കണം. ഇങ്ങനെയാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരിക. ഇവിടെ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ ആണ് എടുക്കേണ്ടത്. ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഔട്ട്പുട്ട് ആൻഡ് സെയിൽ 10,000 യൂണിറ്റ്സ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹15. ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ 10,000, 55,000. ദെൻ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹5. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നിങ്ങളോട് ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരക്കാൻ പറയുന്നു. 5 കോളം ക്രിയേറ്റ് ചെയ്യുക. ഒന്നാമത്തെ കോളം ഔട്ട്പുട്ട്, രണ്ടാമത്തെ കോളം ക്യാഷ് വേരിയബിൾ കോസ്റ്റ്, ദെൻ തേർഡ് കോളം ക്യാഷ് ഫിക്സഡ് കോസ്റ്റ്, ദെൻ നെക്സ്റ്റ് കോളം ക്യാഷ് ടോട്ടൽ കോസ്റ്റ്, ദെൻ സെയിൽ. ഇത്രയും കോളാണ് വേണ്ടത്. ഔട്ട്പുട്ട് എത്രയാണ്? 10,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 0 10,000 യൂണിറ്റ്സ് വരെ എഴുതുക. 1,000, 2,000, 3,000, 4,000 അങ്ങനെ 10,000 യൂണിറ്റ്സ് വരെ എഴുതുക. ദെൻ ക്യാഷ് വാരിയബിൾ കോസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ എല്ലാ വാരിയബിൾ കോസ്റ്റും നമ്മൾ ക്യാഷ് വാരിയബിൾ കോസ്റ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതൊരു അസംഷനാണ്. വാരിയബിൾ കോസ്റ്റ് എല്ലാം ക്യാഷ് ആയിട്ട് തന്നെയാണ് പെയ്ഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാഷ് വാരിയബിൾ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന പെർ യൂണിറ്റ് 5 ഓരോ ഔട്ട്പുട്ടിനോടും ഇൻറ്റു ചെയ്ത് ക്യാഷ് വാരിയബിൾ കോസ്റ്റ് കാണുക. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഒരിക്കലും 55,000 എടുക്കാൻ പാടില്ല. കാരണം ആ 55,000-ൽ 10,000 ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ക്യാഷ് ആയിട്ട് കൊടുക്കാത്ത ഫിക്സഡ് കോസ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് പറയുമ്പം ആ 55,000-ൽ നിന്ന് 10,000 കഴിച്ച് ബാക്കി വരുന്ന 45,000 45,000 മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെയാണ്. അതിപ്പം നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആയാലും ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആയാലും കോൺസ്റ്റൻ്റ് ആണ്, മാറുന്നില്ല. അതുകൊണ്ട് തന്നെ 55-ൽ നിന്ന് 10 കഴിച്ച് ബാക്കി വരുന്ന 45,000 എല്ലാത്തിലും ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എഴുതുക.
ദെൻ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ആണ് വേണ്ടത്. ടോട്ടൽ കോസ്റ്റ് കാണാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണുക. ഇവിടെ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ക്യാഷിലുള്ളത് തന്നെ വേണം, ക്യാഷ് പേ ചെയ്യാത്ത കോസ്റ്റ് ആവശ്യമില്ല. അപ്പം നമ്മൾ ഓൾറെഡി ആ ക്യാഷ് പേ ചെയ്യാത്ത ആ ഒരു ഫിക്സഡ് കോസ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് വരുന്ന 45,000 അങ്ങ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ആ ഒരു ടേബിളിൽ നമ്മൾ കണ്ടുപിടിച്ച ക്യാഷ് വാരിയബിൾ കോസ്റ്റും ക്യാഷ് ഫിക്സഡ് കോസ്റ്റും തമ്മിൽ ആഡ് ചെയ്താൽ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ. ദെൻ സെയിൽസ് നിങ്ങൾക്കറിയാം, സെല്ലിംഗ് പ്രൈസ് 15 തന്നിരിക്കുന്നത്. ഓരോ യൂണിറ്റിനും ഇൻറ്റു ചെയ്താൽ സെയിൽ കിട്ടും. സോ എല്ലാ കോളും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഗ്രാഫ് വരക്കണം. ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് കൂടി ഒന്ന് എടുത്തെഴുതുക. നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു, ഡിപ്രീസിയേഷൻ 10,000 ആയിരുന്നു. അതുകൂടി ഒന്ന് എഴുതി വെക്കുക. ദെൻ ഗ്രാഫ് വരയ്ക്കുക. എക്സ് ആക്സിസിൽ എന്തെടുക്കുക, ഔട്ട്പുട്ട് 1000 മുതൽ 10,000 യൂണിറ്റ്സ് വരെ കാണിക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് റവന്യൂ വൈ ആക്സിസിൽ ആ ഒരു ഫിഗർ നോക്കിയിട്ട് എടുക്കുക. ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, 10,000, 20,000 ആ ഒരു രീതിയിൽ ആണ് 1,50,000 വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ നമുക്ക് ഓരോ ലൈൻ വരക്കാം. ആദ്യം നിങ്ങൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരക്കുക. ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ 45,000 ആണ് അല്ലേ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് തന്നിരിക്കുന്നത്. അത് എക്സ് ആക്സിസിന് പാരലലായിട്ട് അങ്ങ് വരച്ചു വെക്കുക. പിന്നെ സെയിൽസ് ലൈൻ വരക്കുക. ഓരോ സെയിലും പോയിൻ്റ് പ്ലോട്ട് ചെയ്തിട്ട് ആ പോയിൻ്റ് കണക്ട് ചെയ്ത് സെയിൽസ് ലൈൻ വരക്കുക 0 ഒറിജിനിൽ നിന്ന്. പിന്നെ വരക്കേണ്ടത് ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ആണ്. ക്യാഷ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഫിഗർ പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് ആ ഒരു പോയിൻ്റ് കണക്ട് ചെയ്ത് ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈനും വരക്കുക. ദെൻ ഇനി എന്താണ് വേണ്ടത്, നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആണ് വേണ്ടത്. നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ആണ് അല്ലേ. അപ്പോൾ അത് ക്യാഷ് ടോട്ടൽ കോസ്റ്റിനും പാരലലായിട്ടാണ് വരക്കേണ്ടത്. സോ നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റിന് എമൗണ്ട് 10,000 ആയതുകൊണ്ട് നിങ്ങൾ വൈ ആക്സിസിൽ എവിടെയാണ് 10,000 വരുന്നത് നോക്കുക. ആ 10,000 നിങ്ങൾ ആ ഒരു സെയിലിൻ്റെ ലൈനിൽ അടയാളപ്പെടുത്തുക. ആ സെയിൽസ് ലൈനിൽ വേണം നിങ്ങൾ പാരലലായിട്ട് വരക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സെയിൽസ് ലൈന് മുട്ടിയിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ സെയിൽസ് ലൈനിൽ എവിടെയാണ് 10,000 വരുന്നതെന്നുള്ള ഒരു പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ക്യാഷ് ടോട്ടൽ കോസ്റ്റിന് പാരലലായിട്ട് സമാന്തരമായിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചാൽ മതി. അന്നേരം നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ലൈനും കിട്ടും. ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് അടയാളപ്പെടുത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യുക, സെയിൽസ് ലൈനും ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് അല്ലേ. ആ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നത് 4,500 യൂണിറ്റ്സ് ആണ്. അതുപോലെ സെയിൽ ഒരു 70,000 താഴെയായിട്ടാണ് കിട്ടുന്നത്. സോ വേണമെങ്കിൽ ഇത് നമുക്ക് റൈറ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം ആൻസർ. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ BEP ഇൻ യൂണിറ്റ്സിൽ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടു നോക്കുക. സാധാരണ നമ്മൾ BEP ഇൻ യൂണിറ്റ്സിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്, ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 45,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എന്ത് കുറക്കുക, വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ 15 - 5 പെർ യൂണിറ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടേബിളൊന്നും നോക്കണ്ട. 15 - 5 ചെയ്താൽ 10 അല്ലേ. 45,000 ഡിവൈഡഡ് ബൈ 10 4,500 കിട്ടുന്നുണ്ട് BEP ഇൻ യൂണിറ്റ്സ്. അപ്പോൾ ഗ്രാഫിലും നമുക്ക് 4,500 തന്നെയാണ് BEP ഇൻ യൂണിറ്റ്സ് കിട്ടുന്നത്. BEP പോയിൻറ്റിന് താഴോട്ടേക്ക് ഔട്ട്പുട്ടിൽ എക്സ് ആക്സിസിലേക്ക് ആ ഒരു ലൈൻ ഇട്ട് വരുന്ന സമയത്ത് 4,500 തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതേ ഫിഗർ സെയിൽ എത്രയാണ് കിട്ടുന്നത് നോക്കാൻ BEP ഇൻ സെയിൽ കണ്ടാൽ മതി. എന്താണ് ഇക്വേഷൻ, ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽ. അങ്ങനെയാണെങ്കിൽ 45,000 ഡിവൈഡഡ് ബൈ 10 × 15 ചെയ്യുന്ന സമയത്ത് 67,500 കിട്ടും, 67,500. അപ്പം വൈ ആക്സിസിൽ ആ ഒരു BEP പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് ഡോട്ട് ഇട്ടുന്ന സമയത്ത് ആ 70,000 താഴെ എന്ന് പറയുമ്പോൾ ഫിഗർ 67,500 ആണ്. ഓക്കെ.